അമ്മയില്ലേ അവിടെ പുറകിൽ എന്തോ ചെറിയൊരു പരിപാടിയാണ്, നമുക്ക് നോക്കാവേ. അമ്മേ, എന്താ പരിപാടി? കണ്ടോ, ചാക്കി നാട്ട കാച്ചിൽ കിളിച്ച് കണ്ടോ, വള്ളി ഇത്ര ആയി കണ്ടോ, നല്ല പവറി കിളിച്ച് വരുക. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കേ, ഇതെല്ലാം കാച്ചിലാണ് ചാക്കിനകത്ത്. ആ കാച്ചില് ചാക്കി നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും, 7-8 കിലോ വരെ കാച്ചിലുണ്ടാവും. ഇതാണ് അങ്ങനെ ഉണ്ടാവും. എൻ്റെ പഴയ പോലെ ചാണകമല്ല ഇങ്ങനെ കലക്കി ഒഴിച്ച്. അതുകൊണ്ടോ, ഇത് കാച്ചിക്കിഴക്കായ ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ, അമ്മ കാച്ചിക്കിഴക്കാ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇതെല്ലാം നട്ടാ കിളിക്കും. എടുത്ത് കാണിക്കും കണ്ടോ, അല്ല മുഴുത്ത കാച്ചിക്കിഴക്കായ ഇതേണ്ട നോക്ക, ഇത് മുഴുവൻ കാച്ചിക്കിഴക്ക. ഇത് നട്ടാൽ മതി, മുട്ടൻ കാച്ചിലുണ്ടാവും. കണ്ടോ, ഇവിടെ വേണ്ട നോക്ക, ഇങ്ങനെ ചപ്പിട്ട് കൂട്ടി വെച്ചേക്കുക, നനച്ച് കൊടുത്താൽ ഇത് മുള വരും. അതിങ്ങെടുത്തേ പോയി ഇവിടെ ഇട്ടേ, ഉണക്കരുത്, ഇത് തണുപ്പിച്ചിട്ടിരിക്കുക. ഇത് മുള വരുമ്പോൾ ഇതെല്ലാം നട്ടാൽ മുട്ടൻ കാച്ചിലുണ്ടാവും. 7-8 കിലോ വരെയുള്ള കാച്ചിൽ കഴിഞ്ഞുകൊണ്ടുണ്ട്. ഇതെല്ലാം വേണ്ട ചാക്കി നട്ടേക്കും. ഇത് കണ്ടോ, കണ്ടോ മുള വരുന്നത് കണ്ടോ, നല്ല പവറി കിളിച്ച് വരും. കണ്ടോ, നോക്ക്, കണ്ടോ നട്ടത് കിളിച്ച് വരുന്നത് കണ്ടോ, നല്ല മുട്ടൻ. ഈ വള്ളി കാണുമ്പോൾ നമുക്കറിയാം നല്ല മുട്ടൻ കാച്ചിലുണ്ടാവും. ഇത് കുമ്പളം. ഇത് കുമ്പളം. ഇതെല്ലാം നമ്മളൊന്നും ചെയ്യണ്ട. ഈ പ്ലാവയിലെ ചക്ക ഉണ്ടാവാത്ത പ്ലാവ ഇത് കയറിപ്പോക്കോളും. കണ്ടോ, ഇതെല്ലാം എന്തെല്ലാമാ. ഇതൊരു ചൊരയാണ്. വേണ്ട, ഇതൊരു ചൊര അവിടെ തന്നെ കിളിച്ച് വന്ന അതിനകത്ത് പടത്തി വിടും. അതേ കയറി പടന്നുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നിട്ട് പാഷൻ ഫ്രൂട്ട് പോകുന്ന കണ്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. ഉണ്ടോ, അങ്ങ് പ്ലാവയെ മേളിൽ കയറിപ്പോ ഇഷ്ടം പോലെ. പിന്നെ മൂട് കാണിക്കാം, കുറച്ച് മൂട് കാണിക്കാം. മൂട് കണ്ട, ഇതണ്ട, അയ്യോ നല്ല ശക്തി. എത്ര വർഷം ഇതുണ്ട്, കൈയോട്ട് നോക്കി. 4-5 വർഷമായ പാഷൻ ഫ്രൂട്ടാണ്. ഇതിലിഷ്ടം പോലെ ഉണ്ടാവും. കുറച്ച് വേഴാമ്പലും കിളികളും ഒക്കെ തിന്നും, എന്നാലും നമുക്കിഷ്ടം പോലെ കിട്ടും. കണ്ടോ, ഇത് 3 കാച്ചിലിപ്പം നട്ടതാ, മുള വന്നതാ, ഇപ്പം നട്ടതാ. ഇതൊക്കെ ഇഷ്ടം മുട്ടനായിട്ടുണ്ടാവും. ഭയങ്കര കാച്ചിൽ, 16 കിലോ 20 കിലോ ഒക്കെ ഉള്ള കാച്ചിലാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത് 3 എണ്ണമാണ്. ഇതങ്ങ് കിളിക്കുമ്പം നല്ല മുട്ടനായിട്ട് കിളിച്ചു. എന്തോ അങ്ങോട്ട് നോക്കാം, ഇതെല്ലാം വേണ്ട, അവിടെയൊക്കെ നേരത്തെ നട്ടതെല്ലാം കിളിച്ചു. കണ്ടോ, എല്ലാം കിളിച്ചതുകൊണ്ട് അങ്ങോട്ട് നോക്കാം. അതൊക്കെ ആദ്യം നട്ടേണ്ട വള്ളി കണ്ടോ, അതെല്ലാം കിളിച്ചു. കണ്ടോ, വാ ഇനി അമ്മ പറഞ്ഞ അപ്പുറത്ത് കാച്ചിൽ ചാക്കി നടാൻ പോകും. ഞാൻ കാണിച്ചു തരാം. അന്ന് നമ്മൾ വീഡിയോ കാണിച്ചത് ഇത്രയായുണ്ട് കേട്ടോ, അല്ലേ അമ്മേ? ഓവല് കിളിക്കുന്നേ കണ്ടുള്ളല്ലേ. എല്ലാം കിളിച്ചേണ്ട, പന്തലെ കയറി നമ്മള് പന്തലിട്ടു. കണ്ടോ, വേണ്ട പന്തലിട്ടു, വേണ്ട കോവലെല്ലാം കിളിച്ച് പന്തലേ കയറി. ഇത് വേണ്ട വലിയ ചൊരക്കായ. ഇത് ചൊരയുടെ വേണ്ടോ, വള്ളി പടന്ന് ഇത്രയായി. കോവലെല്ലാം പന്തലയിലായി. പടവലം പടന്ന് അത് പന്തലയിലാക്കി. ഇതെല്ലാം ഇത്രയായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ കിളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു അല്ലേ. എല്ലാം ഇത്രയായി. വാ അമ്മ, അവിടെ ചാക്കിനകത്ത് വേറെ കാച്ചിൽ നടാൻ പോവാ, കാണിച്ചു തരാം നടുന്നത് എങ്ങനെയാണെന്ന്. വാ. അന്ന് നമ്മൾ കാണിച്ച കുറ്റിപ്പയർ, കുറ്റിപ്പയർ വെറുതെ തന്നെ കണ്ടോ, തന്നെ വിത്ത് കണ്ടോ, ഇങ്ങനെ ഇത് കുറ്റിപ്പയറായത്. അന്ന് നമ്മൾ സംശയിച്ചത് എന്ത് പയറാണ്. വീഡിയോയിൽ ചോദിച്ചത് കുറ്റിപ്പയറാണ്ടോ ആദ്യം ഇട്ട വീഡിയോയിലല്ലേ. ഇതേ നമുക്ക് വിത്തിനെടുക്കാം. ഇത് എനിക്ക് വിത്തിരുന്ന് പിന്നെ പഴകി പോയിട്ട് ഞാൻ 2-3 എണ്ണം നട്ട് നോക്കി. എന്തു പറയും, വിത്ത് കുറ്റിപ്പയറാണ്ട്. ഇതേ 2-3 എണ്ണം കിട്ടി നമുക്ക് വിത്തെടുക്കാം. അതിനൊപ്പം കിളിച്ച് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പയർ നട്ട പയറെല്ലാം നോക്കി. എല്ലാം ഇത്ര ചെയ്യും. അന്ന് വീഡിയോ കാണിച്ചത്. അതെല്ലാം ഇത് പയറെല്ലാം ഇത്രയായി. പയറിന് അന്ന് ഇന്നലെ പൊതയിട്ട് കൊടുത്തതാണ്. വെയിൽ ചൂടായത് കൊണ്ട് കണ്ടോ, കരിയിലയിട്ട് പൊതയിട്ട് കൊടുത്തേക്കും. എല്ലാം പയർ ഇത്രയായി. ഇത് കണ്ടോ, വഴുതനയിലേ വഴുതന ഇങ്ങോട്ട് നോക്കിയ വഴുതനയിലെല്ലാം പുഴു കയറി. പുഴുവിനെ ഞാൻ തീ ഇട്ടാ കൊന്നത്. ഇപ്പം എനിക്ക് പുഴുവിനെ തീ ഇടണ്ട. അത് കണ്ടോ, നീറ് കയറി കൂട് വെച്ച് കണ്ടോ, ഇപ്പോൾ ഒരു പുഴുവില്ല. ഇഷ്ടം പോലെ വഴുതനങ്ങ. ഇങ്ങോട്ട് നോക്ക്, കണ്ടോ വഴുതനങ്ങ എല്ലാം പുഴു തിന്നുമായിരുന്നു. വഴുതനങ്ങ ഉണ്ടാകുന്ന കണ്ടോ, ഇഷ്ടം പോലെ. നീറ് കയറി കണ്ടോ കൂട് വെച്ചേക്കുന്നത്.
നീറ് കയറി കഴിഞ്ഞ് നീറ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. ആ പടം എല്ലാം കിളിച്ചു, പടമെല്ലാം കിളിച്ചു. എല്ലാം പടവലത്തിൻ്റെ കഴിയാതെ പയറെല്ലാം കിളിച്ചു. അയ്യ നല്ല സുന്ദര കുട്ടത്തികളായി കിളിച്ചു, സുന്ദരിമണികളായി കണ്ടോ, എല്ലാം സുന്ദരിമണികളായി കിളിച്ചു. ഈ ചാക്കിനകത്തൊരു കാച്ചിൽ നടാൻ പോവാണ്. രണ്ട് ഇത്രയേ ഉള്ളു കണ്ടോ. ഇത് മുടിയാ, ഇത് വെച്ച് ഇത്രയേ ഉള്ളു സംഭവം. അപ്പോൾ കണ്ടോണേ എന്തുവാ ഇനി അതെ നടാൻ പോവാണ്. അതിനകത്ത് ഇച്ചിരി അതുകൊണ്ട് ഇത് ചാരം, ഇത് ചാണകപ്പൊടി മിക്സ് ചെയ്ത്. മോൻ ഇപ്പുറത്ത് മാറി നിൽക്കുന്നത് കറന്ന് മുഖത്താവാതെ. അത് കുഴപ്പമില്ല. ഇത് ഈ ചാരവും ഈ ചാണകപ്പൊടിയും കൂടെ ഉണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇട്ടു നട്ടുച്ചയാണെന്ന് ഓർക്കണം. നട്ടുച്ചയൊക്കെയാണ് നമുക്ക് പറഞ്ഞ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മണ്ടയ്ക്ക് കരിയില വാരി കൊടുക്കും. കരിയില വാരിക്കൊണ്ട് വരട്ടെ. ആ പിന്നെ വലിയ കുഴപ്പമില്ലാതെ വളർന്നു വന്ന ഒരു മരവായി നിൽക്കുന്ന കറിവേപ്പ് കണ്ടാ. ആ ഇവിടെ ഉണ്ട് കറിവേപ്പ് കണ്ടാ. വലിയ കുഴപ്പമില്ലാത്തൊരു കറിവേപ്പ്. ആ പറഞ്ഞ പോലെ നമ്മൾ അതിന് എന്തുവായിരുന്നു ഇല ഇത് വേണ്ട. ഇതെല്ലാം കാച്ചില്ല കണ്ടാ. കാച്ചില്ല, ഫുള്ള് കാച്ചില്ല, എല്ലാം കാച്ചില്ല. വലിയ കുഴപ്പമില്ലാതെ മരത്തിൻ്റെ ചവിട്ടി നട്ടാല് ഇത് മടത്തണ്ട് ഇതിലോട്ട് പടന്ന് കയറും. എളുപ്പം പടത്താൻ സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. നല്ലതായിട്ട് പടരാൻ സൗകര്യം ഉണ്ടായാലേ നല്ല കാറ്റുണ്ട്, പടന്ന് കയറാൻ സൗകര്യം ഉണ്ടായാലേ ഇത് നല്ലവണ്ണമേ ഉണ്ടാകത്തുള്ളൂ. മരത്തിനടുത്ത് നട്ടു കഴിഞ്ഞാലേ ഇത് പടത്തണ്ട, അതിലോട്ട് പടന്നങ്ങ് കയറിക്കോളും. നമ്മൾ ഈ വള്ളി ഒന്നും കെട്ടി കൊടുക്കണ്ട, മരത്തേലോട്ട് പടന്നങ്ങ് കയറിക്കോളും. ദേ കരിയിൽ നിറച്ച് വെച്ച് കണ്ടോ തണുപ്പ്. പിന്നെ കരിയിൽ നിറച്ച് വെച്ച് ഇടയ്ക്കൊന്ന് നനയ്ക്കണം. അങ്ങനെ നനയ്ക്കാൻ ഇതിപ്പോൾ ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഒഴിച്ച് നിറച്ച് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഒരു 1-2 ദിവസം കൂടുമ്പോഴേ തണുപ്പിച്ച് കൊടുത്താൽ മതി. അങ്ങ് കിളിക്കും, പെട്ടെന്ന് അങ്ങ് കിളിക്കും. ചാക്കിനകത്താൽ എളുപ്പം അങ്ങ് കിളിച്ച് വരും, എളുപ്പം. കണ്ടില്ലേ അപ്പുറത്ത് കണ്ടോ. ഇങ്ങനെ ചാക്ക് പക്ഷേ ഫുള്ള് ഇങ്ങനെ വെക്കണം. എങ്കിലെ കാച്ചില് കാപ്പോട്ടാണ് കളിക്കുന്നത്. കാച്ചിലേൽ ഇങ്ങനത്തെ ഫുള്ള് ഒരു ചാക്ക് നിറച്ചങ്ങ് വെച്ചാൽ. പിന്നെ നമ്മൾ അന്നത്തെ പയറ് വലിയ കുഴപ്പമില്ലാതെ വിത്തിന് വേണ്ടി കേട്ടോ, വിത്തിന് വേണ്ടി വളർത്തുന്നത്. ഇത് വിത്ത് പയറാ. ഇത് പറിക്കണം, ഇത് ഉണങ്ങി ഒത്തിരി പറിച്ച് അവിടെ ഉണങ്ങാൻ ഇട്ടേക്കുണ്ട്. ഇത് വിത്ത് പയറാ, ഇതെല്ലാം വിത്ത് പയറാ. പിന്നൊരു നമ്മുടെ കാച്ചിക്ക വലുത് നമ്മൾ പറമ്പിൽ നിന്ന് എടുത്തത് നോക്കാം ബാ. ഇതുപോലെ നമ്മളില്ലേ ചാക്കില് നട്ടതാണേ. ഇത് ചാക്കിലല്ല, ഇത് ചാക്കിലല്ല, ഇത് മണ്ണിൽ നിന്ന് നട്ടെടുത്തത്. ഇത് വലിയ കണ്ടോ, വലിയ നോക്കാം. ചാക്കിന്ന് നട്ട് ചാക്കിന്ന് നട്ട് കണ്ടോ ചാക്കിന്ന് നട്ട് കിട്ടിയതാ കഴിഞ്ഞ പോലെ. ഇങ്ങോട്ട് വെച്ചേ, കണ്ടോ ചാക്കി നട്ട് കാച്ചില്ല കണ്ടോ. പിന്നെ നമ്മള് കൂട്ടാനൊക്കെ എടുത്തതാ. പിന്നെ നമ്മുടെ കുരുമുളക് വലിയ കുഴപ്പമില്ലാതെ അതും. ഈ കുരുമുളകിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കളെ. കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടി ജീവൻ വെച്ചു. ഈ ശകലം ഇല്ല, ഇപ്പം ഇറ്റൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടി ജീവൻ വെച്ചു എല്ലാം മുളക്. വലിയ കുഴപ്പമില്ല. വേണ്ട കണ്ടോ. ഇച്ചിരി വെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം. വെയിലത്ത് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് പോയിട്ട് ഇതിനകത്തെല്ലാം വേറെ നടണം ഇനി. ഇത് നമുക്ക് നനയ്ക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചാൽ കൊടുത്തേക്കാം. മതി.
ഈ ചൂടത്ത് ഇതെല്ലാം അങ്ങ് വാടി നിൽക്കും പയറല്ലവേ, നമുക്ക് നനച്ചു കൊടുക്കാന്നങ്ങ് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കണം വെയിലൊക്കെ. പിന്നെ തണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്. ഇതിപ്പോൾ കണ്ടോണം വെള്ളം ഒഴിക്കുമ്പോഴേ ഇതിനൊന്നും കൂടെ അങ്ങ് ജീവൻ വെക്കും. അപ്പോൾ വെയിൽ കൊണ്ടങ്ങ് അയ്യോ പാടി നമുക്ക് എന്തോ വെയിലാണ്. പക്ഷേ ഈ പയറ് വെയിലത്ത് നട്ടാലേ ശരിയാവത്തുള്ളൂ, കൂടെ വരില്ല. അപ്പം അങ്ങ് വെള്ളം ഒഴിക്കുക. ഇതിനെല്ലാം ഇച്ചിരി നനച്ചു കൊടുക്കാം. വെയിലായാലും നനയ്ക്കുമ്പോൾ ഇതിന് ഇരട്ടി ജീവൻ വീഴും. ഒരു ശാഖലിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി. അടിയിലോട്ട് പോകാൻ വേണ്ട, അതിന് ചൂട് നനയാൻ വേണ്ടി 3 നേരവും നനയ്ക്കണം. അല്ലേ പയറ് ശരിയാകത്തില്ല. അയ്യോ ഇതെന്ത് പറ്റിയതാ? അയ്യോ ഇവിടെ ഇരുന്ന വിത്തല്ലേ ഇത്? ഇത് കിളിച്ച് വന്ന ഒരു വിത്താണ്. ഞാൻ വിത്ത് പോരാഞ്ഞ് നട്ടതാ, കണ്ടോ? അയ്യോ അതെങ്ങനെ വന്നു പൊങ്ങി? കിളിച്ചോളും, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഈ ചൂടത്തല്ലാതെ ഇപ്പം എന്തുമല്ലേ അമ്മേ? അപ്പം ശരി എന്നാൽ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു.